തമിഴനായ എന്റെ ക്ലാർക്കിൽ നിന്നും അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഞാൻ ഗ്രഹിച്ചു. ബാലസുന്ദരം എന്നാണ് ആ വന്നവന്റെ പേര്. അയാൾ ഡർബാനിലെ അറിയപ്പെടുന്ന ഒരു യൂറോപ്യൻ താമസക്കാരന്റെ കീഴിൽ കരാർ ജോലി ചെയ്യുകയായിരുന്നു. കോപം വന്ന യജമാനൻ ആത്മനിയന്ത്രണം വിട്ട ബാലസുന്ദരത്തെ ശക്തിയായി അടിച്ച് രണ്ടു പല്ല് തകർക്കുകയാണുണ്ടായത്. ഞാൻ അയാളെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് അയച്ചു. അക്കാലത്ത് വെള്ളക്കാരനായ ഡോക്ടർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാലസുന്ദരത്തിന് പറ്റിയ പരിക്കിന്റെ സ്വഭാവം കാണിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമായിരുന്നു. ഞാൻ ആ സർട്ടിഫിക്കറ്റും വാങ്ങി പരിക്കേറ്റയാളെ നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുചെന്ന് അയാളുടെ സത്യവാങ്മൂലം അദ്ദേഹത്തിന് സമർപ്പിച്ചു. അത് വായിച്ചപ്പോൾ മജിസ്ട്രേറ്റിന് ധാർമ്മിക രോക്ഷം തോന്നുകയും ബാലസുന്ദരത്തിന്റെ മുതലാളിക്ക് സമൻസ് അയക്കുകയും ചെയ്തു. ആ മുതലാളി എന്നതായിരുന്നില്ല എന്റെ ആഗ്രഹം. ബാലസുന്ദരത്തെ അയാളിൽ നിന്ന് വിടുവിക്കുകയായിരുന്നു എന്റെ ആവശ്യം. കരാർ ജോലിയെക്കുറിച്ചുള്ള നിയമം ഞാൻ വായിച്ചു നോക്കി. ഒരു സാധാരണ ജോലിക്കാരൻ മുന്നറിയിപ്പ് നൽകാതെ ജോലി ഉപേക്ഷിച്ചാൽ അയാളുടെ മുതലാളിക്ക് അയാൾക്കെതിരെ സിവിൽ കോടതിയിൽ എൻ്റെ ഓൺലൈൻ ഓഡിയോ ലൈബ്രറിയിലെ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും വായിച്ചു കേൾക്കാനായി യൂട്യൂബിൽ നെജു ഭാരതം എന്ന് ടൈപ്പ് ചെയ്യുക. NEJUBHARATHAM. ഓഡിയോ ലൈബ്രറിയെ കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാൻ ദയവായി വിളിക്കുക. 9447843740. നന്ദി, നമസ്കാരം. നെജു ഭാരതം.